ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തു സജദയിലെ 10-ാമത്തെ ആയത്ത് മുതൽ നമ്മൾ പഠിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഖാലു അഇദാ ലലൽനാ ഫിൽ അർളി അഇന്നാ ലഫീ ഖൽഖിൻ ജദീദ്. ഈ ജനം ചോദിക്കുന്നു, നമ്മൾ മണ്ണിൽ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെയും പുതുതായി സൃഷ്ടിക്കപ്പെടുമെന്നോ? വഖാലു, അവർ ചോദിക്കുന്നത്, അഇദാ ലലൽന, നമ്മൾ ലയിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മറഞ്ഞു പോയാൽ, ഫിൽ അർള്, മണ്ണിലേക്ക്, ഭൂമിയിലേക്ക്, അഇന്നാ ലഫീ ഖൽഖിൻ ജദീദ്, നമ്മൾ പുതുതായി വീണ്ടും സൃഷ്ടിക്കപ്പെടുമോ എന്നാണ്. ലലല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നാം മരിച്ച് മണ്ണിൽ ലയിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ മണ്ണിൽ നിന്ന് മറഞ്ഞു പോയാൽ, അല്ലെങ്കിൽ നമ്മൾ നശിച്ചു കഴിഞ്ഞാൽ എന്നൊക്കെയാണ്. അറബികൾ സാധാരണ ലല്ലൽ മാഉ ഫിൽ ലബൻ, പാലിൽ വെള്ളം ലയിച്ചു ചേർന്നു എന്ന് പറയാറുണ്ട്. പിന്നെയും നമ്മൾ പുതുതായി സൃഷ്ടിക്കപ്പെടുമോ ഇങ്ങനെ ഒരവസ്ഥയ്ക്ക് ശേഷമെന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ സത്യനിഷേധികൾ, പരലോകത്തെ കളവാക്കുന്നവരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ ജനങ്ങളുടെ ചോദ്യം ഇതുപോലെ വേറെയും വന്നതായി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മെല്ലെ വിഷയം പരലോകത്തിലേക്ക് കടക്കുകയാണ്. തൗഹീദിനെക്കുറിച്ചും റിസാലത്തിനെക്കുറിച്ചും ഏകദേശം നമ്മൾ വിശുദ്ധ ഖുർആൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഈ പരലോകത്തെക്കുറിച്ചുള്ള അവരുടെ ചോദ്യങ്ങൾക്ക്, വിമർശനങ്ങൾക്കുള്ള ഒരു മറുപടി കൂടി പറയുകയാണ്. പല ശൈലിയിലും ഇതേ ചോദ്യം അവർ മുമ്പ് ഉയർത്തി കാണിച്ചിട്ടുണ്ട്. പലയിടത്തും ഖുർആൻ അതിന് മറുപടിയും പറയുന്നുണ്ട്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ പോലെ, ഈ ചോദ്യം ഒരു ശക്തിയുമില്ലാത്ത മനുഷ്യർക്ക് ചേർന്നേക്കാം, എന്നാൽ ശൂന്യതയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹുവിന് ഈ ചോദ്യം ഒട്ടും ചേരുകയില്ല. കാരണം നമ്മൾ മണ്ണിൽ നിന്ന് മണ്ണായി പോയാൽ, മറഞ്ഞു പോയാൽ പിന്നെ സൃഷ്ടിക്കപ്പെടുമോ എന്ന് അള്ളാഹുവിനോട് എങ്ങനെയാണ് ചോദിക്കുക? ആലോചിച്ച് നോക്കൂ. ഈ മനുഷ്യനെന്ന് പറയുന്ന ആശയമാരുടേതാണ്? അതിൻ്റെ ശില്പി ആരാണ്? അവൻ്റെ ശരീരത്തിൽ തൊട്ട് മുമ്പിൽ പറഞ്ഞ കണ്ണ്, കാത്, മനസ്സ് സൃഷ്ടിച്ചു വെച്ചതാരാണ്? അതിനെന്തെങ്കിലും മുൻ മാതൃകയുണ്ടോ? ഇനി ഈ മനുഷ്യനെ വളർത്തിയെടുത്ത മാതാവിൻ്റെ ഗർഭാശയത്തെപ്പറ്റി ആലോചിക്കൂ. അതിലെ അണ്ടങ്ങൾ, ബീജങ്ങൾ, നമുക്കറിയാത്ത RNA, DNA, മനുഷ്യ ശരീരത്തിൽ എപ്പോഴും നിലനിൽക്കുന്ന 37 ഡിഗ്രി സെൽഷ്യസ് ചൂട്, കൂടിയാൽ പ്രശ്നം, കുറഞ്ഞാൽ പ്രശ്നം. ആരാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത്? അവൻ മണ്ണിൽ ലയിച്ചു ചേരുമെന്ന് പറഞ്ഞത് ശരീരം മാത്രമല്ലേ? മനുഷ്യനെന്ന് പറയുന്നത് വെറും ശരീരം മാത്രമാണോ? അപ്പോൾ ഇക്കാലം അത്രയും മനുഷ്യനെ ചലിപ്പിച്ച, ചിന്തിപ്പിച്ച ജീവനെവിടെ? ആത്മാവ് എവിടെ? അതൊക്കെ എങ്ങോട്ട് പോയി? ആ ആത്മാവ് എവിടെന്നാ വന്നത്? അതെങ്ങോട്ടാണ് പോയത്? അതിനെക്കുറിച്ചൊന്നും ഒരു വർത്തമാനവും ഇല്ലേ? ഈ മണ്ണിൽ ലയിച്ചു ചേരുന്ന ശരീരത്തെപ്പറ്റി മാത്രമാണോ അവരിപ്പോൾ സംസാരിക്കുന്നത്? അവർ നേരത്തെ നമ്മളെന്ന് പറഞ്ഞിരുന്നത് ഈ ശരീരവും ആത്മാവും ചേർന്ന ഒന്നിനെ ആയിരുന്നല്ലോ. ആ നാം എവിടെ പോയി? ഇനി നശിച്ച് നാമാവിഷ്ടമായ ഫോസിലുകൾ ഒക്കെ കിട്ടിയാൽ അതിൽ നിന്നൊക്കെ കാലവും ഇനവും മനുഷ്യൻ ഏത് കോലത്തിലാണെന്ന് ശാസ്ത്രമൊക്കെ വളർന്ന സ്ഥിതിക്ക് ഇന്നും ഇത്തരം പരലോകം നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ പറ്റി നമ്മൾ ചിന്തിക്കണം. അപ്പോൾ സർവസ്രഷ്ടാവായ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഘടിപ്പിച്ചെടുക്കുക, പുനഃസൃഷ്ടി നടത്തുക എന്നതൊരു പ്രശ്നമാണോ? ഇനി വെള്ളം പാലിൽ ലയിച്ചു ചേർന്ന് അപ്രത്യക്ഷമായാലും വെള്ളം ഇല്ലാതാകുമോ? കാണില്ലെന്നല്ലേ ഉള്ളൂ. ആ വെള്ളം പാലിൽ തന്നെ ഇല്ലേ? അപ്പോൾ ഇതുപോലെ ലയിച്ചു ചേർന്നു എന്ന വാക്ക് അവർ ഉപയോഗിക്കുമ്പോൾ അതിനുള്ളൊരു മറുപടി കൂടി പറയുകയാണ്. എന്നാൽ സംഗതി അതൊന്നുമല്ല. ഇവരുടെ പ്രശ്നം എന്താണ്? ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്? ബൽഹും ബിലിഖാഇ റബ്ബിഹിം കാഫിറൂൻ. ഇതാണ് വിഷയം. ഇവർ തങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നതിനെ അവിശ്വസിക്കുന്നവരാണ്. ലിഖാ, അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നതിലെ വിഷയത്തിൽ അവർ കാഫിറൂൻ, അവർ നിഷേധിക്കുന്നവരാണ്. അതാണ് കാര്യം. തങ്ങളുടെ ധിക്കാരങ്ങൾ, തോന്നിവാസങ്ങൾ നിശിതമായി ചോദിക്കപ്പെടുന്ന
ഒരു വിചാരണാ നാൾ ഉണ്ടാകും. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പുനർജന്മമുണ്ട്, ഒരു പുനരധിവാസമുണ്ട്, ഒരു പരലോകം വരാനുണ്ട്. അതിൻ്റെ ശിക്ഷകളെ അഭിമുഖീകരിക്കാനുള്ള കരുത്തവർക്കില്ല, അതിനവർ തയ്യാറല്ല, അതിനവർക്ക് സാധ്യവുമല്ല. അപ്പോൾ പ്രവാചകൻ നിർദ്ദേശിക്കുന്ന മുഹമ്മദ് നബി വന്നുകൊണ്ട് പുതിയ ധാർമ്മികമായ പരിധികളൊക്കെ വെച്ചു. അള്ളാഹു ഉണ്ട്, ചോദ്യം ചെയ്യപ്പെടും, ഹലാലുണ്ട്, ഹറാമുണ്ട്, നിങ്ങൾ WWW വാർ, വൈൻ, വിമൺ ഇങ്ങനെ ജീവിക്കുന്നവർ, ഇന്ന് വെൽത്തും കൂടി കൂട്ടുന്ന ഒരു ഇതൊക്കെയായി കെട്ടിമറിയുന്ന ആളുകൾക്ക് ഹലാലുകൾ ഹറാമുകൾ ഇഷ്ടമല്ല. അതുകൊണ്ട് ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണ്? പരലോകത്തെ നിഷേധിക്കുക, മരണത്തിന് ശേഷം മണ്ണായി പോയാൽ തിരിച്ചു വരില്ല എന്ന് വിശ്വസിക്കുക. അത് നിങ്ങളെ സൗകര്യമാണ്, പക്ഷേ യാഥാർത്ഥ്യം അതല്ല. ഇപ്പോൾ മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്ന, അതിൻ്റെ മുന്നോടിയായി ഇസ്ലാമിനെ തന്നെ നിഷേധിക്കുന്ന ഇക്കാലത്തെ ഭൗതികവാദികളും നാസ്തികരും നവനാസ്തികരും പ്രിയപ്പെട്ടവരെ ഇതിൽ നിന്ന് വല്ലാതെ ഒന്നും വ്യത്യസ്തരല്ലെന്ന് കൂടി മനസ്സിലാക്കണം. അവരോടുള്ള നമ്മുടെ ദഅവത്ത് ഏറ്റവും നല്ല രൂപത്തിൽ തുടരേണ്ടതുമുണ്ട്. നല്ല മനസ്സോടുകൂടി തന്നെ അവർക്കൊക്കെ ഈ സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്ന മനസ്സോടുകൂടി തന്നെ. എന്നിട്ട് അള്ളാഹു 11-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ യതവഫാകും മലക്കുൽ മൗത്തി ലദീ വുക്കില ബികും. ഇവരോട് പറയുക, നിങ്ങളുടെ മേൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള മരണത്തിൻ്റെ മലക്ക് നിങ്ങളെ പൂർണ്ണമായും പിടിയിലെടുക്കുന്നതാകുന്നു എന്നതാണ്. യതവഫാകും മലക്കുൽ മൗത്ത്, നിങ്ങളെ പൂർണ്ണമായി തിരിച്ചെടുക്കും, അതിന് നിശ്ചയിക്കപ്പെട്ട മരണത്തിൻ്റെ മലക്കുകൾ എന്ന് അവരോട് പറയണം. ഇപ്പോൾ മനുഷ്യൻ്റെ അവസാനം എന്നത് നിങ്ങൾ പറയുന്നത് പോലെ മണ്ണിൽ അലിഞ്ഞില്ലാതാവുക എന്നതല്ല. മരണനേരം നിശ്ചയിക്കപ്പെട്ട മലക്ക് നിങ്ങളെ പൂർണ്ണമായും പിടിയിലെടുക്കുന്നതാകുന്നു. ആ പൂർണ്ണതയിലെല്ലാം ഉണ്ട്. മനുഷ്യനെന്ന അസ്തിത്വത്തിൻ്റെ ഒരംശം പോലും മണ്ണിൽ സത്യത്തിൽ അലയുന്നില്ല, ജഡം മാത്രമേ ലയിച്ചു ചേരുന്നുള്ളൂ. മുഫസ്സിറുകൾ നൽകുന്ന വിശദീകരണം അനുസരിച്ച് മരണത്തിൻ്റെ മൊത്തം ഉത്തരവാദിത്തം ഇസ്രായേൽ എന്ന പ്രയോഗമാണ് തഫ്സീറുകളിൽ കാണുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അബ്ദുള്ള, അള്ളാഹുവിൻ്റെ അടിമ എന്നാണ്. അപ്പം മൊത്തം മരണത്തിൻ്റെ ഉത്തരവാദിത്തം മലക്കുൽ മൗത്ത് ഇസ്രായേലിനാണ്. എന്നാൽ മരണം ആസന്നമാക്കുക, ജഡത്തിൽ നിന്ന് ആത്മാവിനെ മോചിപ്പിക്കുക, അതിനെ കസ്റ്റഡിയിൽ വെക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിർവഹിക്കുവാൻ ഇസ്രായേലിന് കീഴിൽ വ്യത്യസ്ത മലക്കുകൾ ഉണ്ടെന്ന് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി മാത്രമാണ്. അവനാണ് യുഹ്യി വ യുമീത്തു, ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അള്ളാഹുവാണ്. അപ്പോൾ മലക്കുകൾ മരണവേളയിൽ പിടിച്ചെടുക്കുന്നത് വെറും ജീവനല്ല, അവൻ്റെ ആത്മാവ്, അവൻ്റെ സ്വത്വം, അവൻ്റെ ഉള്ളടക്കം എല്ലാമാണ്. അവൻ ചെയ്തു കൂട്ടിയ നന്മ തിന്മകൾ ഒന്നും മണ്ണിൽ ലയിച്ചു ചേർന്നില്ലാതെയാവുന്നില്ലല്ലോ. പരലോകത്ത് പുതിയ ജന്മത്തിൽ ഇതെല്ലാം ഉൾച്ചേർത്ത മനുഷ്യനെയാണ് അള്ളാഹു വിചാരണയ്ക്ക് വിധേയമാക്കുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും സാധ്യമാവുകയില്ല. അപ്പോൾ കേവലം മണ്ണാകുന്നത് നീയല്ല, നാം അല്ല, ഒരു ജഡം മാത്രമാണ്, ശരീരം മാത്രമാണ്. സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ, പിന്നീട് നിങ്ങൾ നിങ്ങളുടെ റബ്ബിങ്കിലേക്ക് മടക്കപ്പെടുകയും ചെയ്യും എന്നാണ് അള്ളാഹു പറയുന്നത്. നിങ്ങൾ പറയുന്നത് പോലെ മരണത്തോടെ മണ്ണിൽ ഒടുങ്ങുക എന്നതല്ല. മലക്കുകൾ നിങ്ങളെ തന്നെ, നിങ്ങളുടെ സ്വത്വത്തെ പൂർണ്ണതയോടുകൂടി പിടിച്ചെടുത്ത ശേഷം നിങ്ങൾ മടക്കപ്പെടുന്നത് നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിങ്കിലേക്കാണ്. അവിടെയാണ് ജീവിതം ചെന്നവസാനിക്കുന്നത്, അല്ലാതെ കേവലം മണ്ണിലല്ല, ഭൂമിയിലല്ല. സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ, റബ്ബിൽ നിന്നാണ് പുറപ്പെട്ടത്, റബ്ബിലേക്കാണ് മടങ്ങുന്നത് എന്നത് വളരെ കൃത്യമായി ഇസ്ലാം പറയുന്ന കാര്യമാണ്. 12-ാമത്തെ സൂക്തത്തിൽ പറഞ്ഞു, വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം, കഷ്ടം ഈ ധിക്കാരികളെ തങ്ങളുടെ റബ്ബിൻ്റെ സമക്ഷം തലകുമ്പിട്ടവരായി നിൽക്കുന്ന സന്ദർഭത്തിൽ താങ്കൾ കാണുകയാണെങ്കിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അഭിസംബോധന എങ്കിലും അങ്ങനെ ഒരു അവസ്ഥ വരുന്നുണ്ട്, എല്ലാവരും അത് കാണേണ്ടി വരും. അഥവാ തലകുമ്പിട്ടവരായി അവർ റബ്ബിൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന ഒരു ഘട്ടം വരും. മറ്റൊന്നിനും ഇവിടെ മറുപടി പറയേണ്ടതില്ല. പുനർജനിക്കുമോ എന്നതോ ഒന്നും തർക്കിക്കേണ്ട ആവശ്യമില്ല. മരിച്ചു കഴിഞ്ഞാൽ പുനർജനി ഇല്ലെന്ന് പറയുന്ന ആളുകളോടൊരു താക്കീതായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മാശറയിലെ അവസ്ഥ ഇവിടെ മുൻകൂട്ടി പറയുകയാണ്. റബ്ബിൻ്റെ മുമ്പിൽ
വിചാരണ നാളിൽ ധിക്കാരികൾക്ക് വരുന്നൊരവസ്ഥയാണിത്. തലകുമ്പിട്ട് നിൽക്കുന്നത് അവർക്ക് കടുത്ത ദുഃഖമുണ്ട്, ഖേദമുണ്ട്, നിന്ദ്യതയുണ്ട്, നിരാശയുണ്ട്. മറ്റൊന്നിനും അവർക്ക് കഴിവില്ല. അപ്പോൾ റബ്ബിനെ മുഖത്തേക്ക് നോക്കാൻ പോലും അവർക്ക് കെൽപ്പുണ്ടാവുകയില്ല എന്ന അർത്ഥത്തിൽ കൂടിയാണെന്ന് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. റബ്ബന അബ്സറന വസമഅന ഫർജഅന നഅമൽ സ്വാലിഹൻ ഇന്നാ മൂഖിനൂൻ. ഇതാണ് അവസാനം. നാഥ, ഞങ്ങൾ നല്ലവണ്ണം കണ്ടു, ഞങ്ങൾ കേട്ടു, ഇനി ഞങ്ങളെ തിരിച്ചയക്കണമേ. ഞങ്ങൾ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കൊള്ളാം. ഇപ്പോൾ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഉറപ്പായിരിക്കുന്നു. റബ്ബന അബ്സർന, കൃത്യമായി കണ്ടു, വസമീന, കേട്ടു, ഫർജഅന, ഞങ്ങളെ ഒന്ന് തിരിച്ചയക്കുമോ? എന്നാലോ നഅമൽ സ്വാലിഹൻ, ഞങ്ങളിതാ സൽക്കർമ്മങ്ങളോട് സൽക്കർമ്മങ്ങൾ ചെയ്യും. ഇന്നാ മൂഖിനൂൻ, ഒക്കെ മനസ്സിലായി എന്നല്ല, വളരെ ഉറപ്പായിട്ടും ഞങ്ങൾക്ക് തിരിച്ചറിഞ്ഞു, കൃത്യമായിട്ടും യഖീനോടുകൂടി കാര്യങ്ങളെ തിരിച്ചറിഞ്ഞു. അപ്പോൾ നിഷേധികളുടെ കനത്ത തിരിച്ചറിവുണ്ടാകുന്ന ഘട്ടമാണ്. ഇപ്പം നിങ്ങൾ പറയുന്നത് പോലെ അല്ല എന്ന് നിങ്ങൾ പറയുക. എല്ലാം നല്ലവണ്ണം ബോധ്യമായി തിരിച്ചയക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ നന്നാവും എന്ന് പറയുന്നവരോട് ടൈം ഓവർ, ആ സമയം അവസാനിച്ചു. പരലോകത്തിൽ അങ്ങനെ കേഴുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഈ വിലാപം കൊണ്ട് ഒരു ഉപകാരവും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പം ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് ഈ പറയുന്ന മുന്നറിവ് പ്രധാനമാണ്. ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. മരിച്ച ശേഷം ഞങ്ങൾ മണ്ണായി പോകില്ലേ എന്നൊക്കെ വാദിക്കുന്നതിന് പകരം നിങ്ങൾക്ക് വരാൻ പോകുന്ന അവസ്ഥ ഇതാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അത് ഈ ജനങ്ങളോട് ആര് പറഞ്ഞു കൊടുക്കും? ഇന്നത്തെ നവനാസ്തികരോട്, മതനിഷേധികളോട്, മതത്തെ തന്നെ കളവാക്കുന്ന ന്യൂജനോട്, പുതിയ തലമുറകളോട്, ലിബറലിസത്തിൻ്റെ ആളുകളോട്, ജെൻഡറിൻ്റെ ഇഷ്യൂസിൻ്റെ ആളുകളോട്, പല രൂപത്തിൽ ഇത് കളവായിക്കൊണ്ടിരിക്കുന്ന, ഞങ്ങളെ ആരും തടയരുത്, നിയമങ്ങൾ പാടില്ല, മരണം പറഞ്ഞ് പേടിപ്പിക്കരുത്, പരലോകം പേടിപ്പിക്കരുത്, നരകം പറഞ്ഞ് പേടിപ്പിക്കരുതെന്ന് പറയുന്ന ആളുകളോട് നാളെ വരാൻ പോകുന്ന ഈ അവസ്ഥയെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ ആര് പറയും? അങ്ങനെയുള്ള ദഅവത്ത് നടത്തുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.